സാറേ, കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മുംബൈയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്താണ്? ഇനി കേരള രാഷ്ട്രീയം ഉപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറ്റാനാണോ അദ്ദേഹത്തിൻ്റെ ശ്രമം? രമേശ് ചെന്നിത്തല ഇവിടെ ചില ശ്രമങ്ങളൊക്കെ നടത്തി കേരളത്തിൽ. നമ്മുടെ ഇതുണ്ടല്ലോ, നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്നേലൊക്കെ പോയി ഒരു സമ്മേളനമൊക്കെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി. SNDPയെ ഒന്ന് കൈക്കലാക്കാൻ നോക്കി. പിന്നെ ക്രിസ്ത്യൻ സഭകളെയൊക്കെ കണ്ടു, എല്ലാവരെയും കണ്ടു. പക്ഷെ കണ്ടെങ്കിലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് അങ്ങോട്ട് പറ്റുമോ എന്നൊരു സംശയം ഉണ്ടോ എന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല, മനസ്സിൽ കൊണ്ട്. കാരണം ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഇങ്ങനെ മോഹം കിടപ്പുണ്ടായിരുന്നു. അതന്ന് കളിക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നും പോയേനെ, പിന്നെ അടുത്ത തുടർ ഭരണം കിട്ടിപ്പോയേനെ. ഇവർ തമ്മിൽ കളിച്ചതാണ്. ഉമ്മൻചാണ്ടി കളിയൊക്കെ നടന്നതാണ്. അപ്പോൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് ആശാൻ. ഇവിടെ നിന്ന് ബോംബെ പോയി, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് സമരം ചെയ്യാതെ ബോംബെ പോയി സമരം കുറച്ച് നാൾ മുമ്പ് ബോംബെ പരാജയപ്പെട്ടാണ് വന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു അവിടെ പോയിട്ട്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കും, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ നിന്നിട്ട് പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് സ്വാധീനിച്ച് ഇവിടെ വരിക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. KC വേണുഗോപാൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പക്ഷേ മുട്ടിന് പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി ആവാനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ KCക്കാണ് ഇപ്പോഴും അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെയൊക്കെ ഒരു ഗുഡ് ബുക്കിലുള്ളത് KCയാണ്. കാരണം KCക്ക് അത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം. രമേശ് ചെന്നിത്തല മോശമല്ല. രമേശ് ചെന്നിത്തല അങ്ങോട്ട് പറിച്ചു നട്ടാൽ പുള്ളി KCയൊക്കെ വെട്ടി കയറിപ്പോകാനുള്ള കഴിവുണ്ട്. കുറച്ചുകൂടി നല്ല സംഘാടകനും, നന്നായി ഹിന്ദി അറിയാം, എല്ലാം അറിയാം. അപ്പോൾ മിടുക്കനാണ് രമേശ് ചെന്നിത്തല. ചെറിയ പ്രായത്തിലെ വലിയ മിടുക്ക് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നു ബോംബെയിൽ പോയത് ചാർജ് ഉള്ളതുകൊണ്ടായിരിക്കും പോയത്. നേരത്തെ ഇലക്ഷൻ്റെ ചാർജ് ബോംബെയിലായിരുന്നല്ലോ, പക്ഷേ മഹാരാഷ്ട്രയിൽ. പക്ഷേ ഇത് പിടിച്ചില്ല, ക്ലച്ച് പിടിച്ചില്ല, അതുകൊണ്ടായിരിക്കും പോയത്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്താൽ നന്നായി എന്നുള്ളതാണ്. പുള്ളി രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറസ്റ്റ് എപ്പോഴും അവർക്ക് എന്താണ്, നല്ലതാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തെ കോമാളിയാക്കിയല്ലേ മാറ്റൂ. കാരണം കേരളത്തിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ അതാ ഞാൻ പറഞ്ഞത്. ബോംബെയിൽ പോയി അവിടെ അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇനിയിപ്പം പുള്ളി ദേശീയ തലത്തിൽ നിന്ന് ശ്രദ്ധ വന്ന് ഇവിടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി വരുമോ എന്നറിയില്ല നമുക്ക്. അതോ ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സംഘടനാപരമായി ഈ ടീം പോവുക, ഈ ടൈം അങ്ങോട്ട് പോവുക, പോയിട്ട് അടുത്ത ടൈമിന് അങ്ങനെയാണല്ലോ എപ്പോഴും. നമ്മളൊരു 10 വർഷം 15 വർഷം മുൻകൂട്ടി എറിഞ്ഞാണല്ലോ രാഷ്ട്രീയക്കാർ നിൽക്കുന്നത്. അല്ല നാളെ രാവിലെ എല്ലാം ആവണമെന്നുള്ളതല്ലോ. അപ്പോൾ അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനൊരു വേറൊരു തലത്തിലേക്ക് ഉയരാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കും പോയത്. ചാർജ് വേറൊരു കാര്യം, ചാർജ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ, അതുകൊണ്ട് മാത്രം പോയെന്ന് പറയാൻ പറ്റത്തില്ല സമരത്തിന്. അപ്പോൾ ഇതവിടെ ചെന്നു, പെട്ടപ്പോൾ അത് ഇതായി, അറസ്റ്റായി. അത് പുള്ളിക്കൊരു അഡ്വാൻറ്റേജായി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി അറസ്റ്റ് ചെയ്യുന്ന അതെ പുള്ളി അറസ്റ്റൊന്നും വരുമെന്ന് വിചാരിച്ചാണെന്നില്ല. കേരളത്തിലായിരുന്നു ചിലപ്പോൾ അറസ്റ്റൊന്നും നടക്കത്തില്ല. കേരളത്തിൽ അവർക്കെന്ത് രമേശ് ചെന്നിത്തല, മഹാരാഷ്ട്ര പോലീസിന്. ഇവിടെ ആയിരുന്നെങ്കിൽ സാർ കയറി പോകണമെന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്തന്നെ. ഇത് അവിടെ അവർക്ക് വല്ല ചങ്കമത്തങ്ങയുണ്ട്. അവർ കണ്ണി കിട്ടണവർ. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പലപ്പോഴും അരവിന്ദ് കെജ്രിവാളിനെയും അവിടെ ഡൽഹിയിൽ പോലീസ് അവർക്ക് അങ്ങനെ ഇല്ല. അവർ കിട്ടണവരെല്ലാം കൈകാര്യം ചെയ്യും. അതുകൊണ്ട് നമ്മളെ MP മാർക്കൊക്കെ എത്ര പ്രാവശ്യം തല്ലി കിട്ടിയിട്ടുണ്ട് ഡൽഹിയിലൊക്കെ. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റുകളായാലും സർക്കാർ പോകണമെന്ന് പറയുമല്ലോ. ഇത് അങ്ങനെ പറഞ്ഞില്ല. പുള്ളിക്ക് അറസ്റ്റ് ചെയ്ത് അതൊരു തമാശയിലേക്ക് പുള്ളി പോയി. പുള്ളിക്ക് അതൊരു കിട്ടും. പിന്നെ അത് ക്രെഡിറ്റായി വരുമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് ഒരുപാട് പേര് കിടക്കുന്നത്. KCക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഇപ്പോൾ വലിയ വെല്ലുവിളികളാണ്. ഇടയ്ക്ക് അവരുടെ കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ, പാർട്ടി സമ്മേളനം ഉണ്ടായിരുന്നപ്പോൾ ഗുജറാത്തിൽ നടന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ പുലിമടയിൽ വന്നിരിക്കുകയാണ്. പുലിമടയിൽ വന്നാണ് BJPയെ പരാജയപ്പെടുത്താൻ പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഗുജറാത്ത് പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്ത് പിടിക്കുമെന്നാണ് ഗുജറാത്തിൽ പോയി പറഞ്ഞിരിക്കുന്നത്. എന്ത് പിടിക്കുമെന്ന് അറിയില്ല. ഫോമോടെ എടുത്ത് വെച്ച് പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. അല്ലാതെ ഗുജറാത്തിലൊക്കെ പോയിട്ട് എന്ത് പിടിക്കുമെന്ന് അറിഞ്ഞൂടാ, ഈ പറയുന്നതല്ലാതെ. പിന്നെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവിടെ VD സതീശൻ മുഖ്യമന്ത്രി ആവാൻ നിൽക്കുന്നു, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, സുധാകരനും KPC പ്രസിഡന്റ് അല്ലേ, ക്വാളിഫൈഡ് ആണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് മറ്റ് ചില ചേട്ടന്മാരും ഒക്കെ ഇങ്ങനെ പല ആളുകളൊക്കെ ഇവിടെ പഠിച്ച് ശശി തരൂർ ഷർട്ട് ഒരുപാട് പേര് തയ്പ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്പ്പിച്ച് കിടക്കലിൻ്റെ ഇടയിൽ നിന്ന് വേണം രമേശ് ചെന്നിത്തലയ്ക്ക് പിടിച്ച് കയറാൻ. അപ്പോൾ അറിയില്ല, പഴയതുപോലെ അല്ലല്ലോ കാര്യം. പിന്നെ നെല്ലാപ്പള്ളിൻ്റെ ഇടയ്ക്ക് കയറി ഉൾട്ടടിച്ച് പിണറായിയോട് കയറി സമദൂരമല്ല, പുള്ളി കയറി പിണറായിക്ക് പിടികൊടുത്തു. അവർ മച്ചയായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. കാരണം തുടർ ഭരണം എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ കൈ കിട്ടണമല്ലോ. കുറേ പീസുകൾ കൈ കിട്ടിയാലാണല്ലോ തുടർ ഭരണം വരുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക്
അപ്പം അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടാണോ എന്തോ പുള്ളി അങ്ങോട്ടൊക്കെ പോയി. അല്ല, സാറ് പറഞ്ഞു വരുന്നത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഭാവിയിൽ വലിയ പ്രയാസമായിരിക്കും. ഇതില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലേ പിന്നെ എന്ത് സ്ഥാനം? മുഖ്യമന്ത്രിയും കൂടെ ആയില്ല എന്ന് വിചാരിക്കുക. അടുത്ത സീസണിൽ മുഖ്യമന്ത്രി UDF കിട്ടണം, UDF മുഖ്യമന്ത്രി ആവണം. ആയില്ലേ പിന്നെ എന്താണ് അദ്ദേഹത്തിനുള്ള സ്ഥാനം? അതിനേക്കാൾ ദേശീയ രാഷ്ട്രീയത്തിൽ പോകുന്നതാണ് നല്ലത്. AICC ജനറൽ സെക്രട്ടറി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഒന്നുമില്ല മറ്റേ സ്റ്റേറ്റിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രാജകീയമായിട്ടൊക്കെ ജീവിച്ച് വരാം. മറ്റേ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ചെയ്യാൻ വേണ്ടേ. പിന്നെ ഒരു പ്രാവശ്യം കൂടി LDF അധികാരം കിട്ടുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. UDF അധികാരം കിട്ടിയാലും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആയില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്ന് ശകലം നീട്ടി എറിഞ്ഞതാണ്, അങ്ങ് മഹാരാഷ്ട്രയിലേക്ക് എറിഞ്ഞതാണ്. അത് ചിലപ്പോൾ ഗുണം ചെയ്യും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ പോയിട്ട് താഴോട്ട് വരുമായിരിക്കും. ഡൽഹിയിലൊക്കെ പോയി പിടിച്ച് കറങ്ങി ഇവിടെ വരുമായിരിക്കും. തങ്ങളുടെ ചേരിയിലെത്തിക്കാൻ വർഷങ്ങളായി തന്നെ BJP ശ്രമം നടത്തി വരുന്നുണ്ടല്ലോ. BJP ഒക്കെ ശ്രമം നടത്തി വരുന്നുണ്ട്. അദ്ദേഹം ഒരു സോഫ്റ്റ് കോർണർ ലൈനിലേക്കാണ് സംസാരിക്കുന്നത്. BJP ഒന്നും എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നല്ലൊരു ശതമാനം വോട്ട് BJPയുടെ കിട്ടിയിട്ടുണ്ട് അവിടെ. കാരണം അവിടുത്തെ സംബന്ധിച്ച് NSS അങ്ങനെ ചില മുന്നോക്ക സമുദായങ്ങൾ ഒരുപാട് പേര് SNDP പിന്നെ RSSും ആണ്, BJP ആണ്, സംഘമാണ്, കോൺഗ്രസ്സുമാണ്, എല്ലാമാണ്. അത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കുറച്ച് ആളുകളുണ്ട്. അവിടെ നല്ല വോട്ട് കിട്ടി. RSSൻ്റെയൊക്കെ നല്ല വോട്ട് കിട്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ജയിച്ചിരിക്കുന്നത്. RSS എന്ന് പറഞ്ഞാൽ RSS ഡയറക്റ്റ് വോട്ട് ചെയ്തെന്നല്ല, അനുഭാവികളായ ഒരുപാട് പേരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഹിന്ദുക്കളാണല്ലോ അവരെല്ലാം. ഇതെല്ലാം ഹിന്ദുക്കളാണ് അവർ. അപ്പോൾ അവർ പലയിടത്തും ശാഖയിൽ പോണവർ കാണും, അതേസമയം കോൺഗ്രസ്സുമാണ്. അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവർ, കടുകട്ടി രാഷ്ട്രീയം ഇല്ലാത്തവരും. അവിടെ മോഡിയെ സഹായിക്കും, അല്ലെങ്കിൽ മോഡിയെക്കുറിച്ച് ചിന്തിക്കും. ഇവിടെ കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കും. ഇവിടെ BJPയെക്കുറിച്ച് ചിന്തിക്കില്ല. ഞങ്ങൾ മോഡി എനിക്ക് ഒരുപാട് പേര് അറിയാം. മോഡി കൊള്ളാം, നല്ല സുരേന്ദ്രൻ അത്ര പോരാ, ഇവിടെ അവർക്ക് ഇത്ര പോരാ, മറ്റേത് കൊള്ളാമെന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ചിലപ്പോൾ മോൾ വഴി ഇറങ്ങാം എന്നുള്ള ചിന്തയിലായിരിക്കും മുകളിലോട്ട് പോയത്. പക്ഷെ എന്തായാലും പാവപ്പെട്ടവരും അറസ്റ്റിലൊക്കെ ആയി. അതിന് എന്താണെന്ന് അറിഞ്ഞൂടാ, കേസൊക്കെ പറയണ്ടേ. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ആഡഡ് അഡ്വാൻറ്റേജ് അല്ലേ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ നിലയിൽ വരും പുള്ളി. അദ്ദേഹത്തെ ആരെങ്കിലും കൂടെ നടക്കുന്നവരായിരിക്കും ഈ പറഞ്ഞ് വഴിതെറ്റിക്കുന്നത്. കാരണം ഈ NSSൻ്റെ അന്ന് യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ബലവുമായാണ് ഇറങ്ങുന്നത്. അതെ അതെ അതെ, അതൊക്കെ ആളുകളുണ്ടാവും. കൂടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു കൊടുക്കും, ഇപ്പം പിടിച്ചാൽ പിടിക്കാം, ഇപ്പം മുഖ്യമന്ത്രിയാവും. അധികാരം എന്ന് പറയുന്നത് പണം, മദ്യം, സ്ത്രീകൾ, അധികാരം, പദവി, ഇതൊക്കെ വലിയ ദൗർബല്യമാണ് മനുഷ്യൻ. ഇത് തലയോട്ടിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു തലകറക്കമാണ്. വേറെ ഒന്നും മുമ്പ് കാണുന്നൊന്നും. ഇപ്പോൾ വെള്ളം അടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് നോക്കൂ. അവർക്ക് അതൊരു ഒരു ഹരമാണ്. വേറെ അവർ തെറ്റും ശരിയൊന്നുമില്ല. സ്ത്രീകളോട് താല്പര്യമുള്ളവർ, അങ്ങനെ അത് അധികാരത്തോട് താല്പര്യമുള്ളവർ ലഹരി പോലെയാണ്. അപ്പോൾ തലയ്ക്ക് പിടിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി അടിച്ച് കയറിക്കൊള്ളാൻ പറഞ്ഞ് ദളിത് കോൺക്ലേവൊക്കെ നടത്തി. പുള്ളി വെറുതെ ഇരിക്കുന്നില്ല. ഇപ്പോൾ ദളിത് കോൺക്ലേവ് നടത്തിയില്ലേ, പല പരിപാടിയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇതെല്ലാം കൂടി റിസൾട്ടായില്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ആവുമായിരിക്കും, ആവട്ടെ.